മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു സൺഡേ ആണ്. അപ്പോൾ സൺഡേ എപ്പോഴും നമുക്ക് സ്പെഷ്യൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കരുതി ഒരു ബിരിയാണി അങ്ങ് ഉണ്ടാക്കാമെന്ന്. നമ്മുടെ സാധാരണ ബിരിയാണി, ദം ബിരിയാണി. സാധാരണ ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഉണ്ടാക്കുന്ന ശൈലി വേറെ കേട്ടോ, എല്ലാവരും ചെയ്യുന്ന പോലെ അല്ല. നമ്മളിവിടെ ഉണ്ടാക്കുന്ന സാധാരണ ബിരിയാണി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതിനകത്ത് ഞാൻ ഇന്ന് ഉദ്ദേശിച്ചത് ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ എന്തൊക്കെ ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, അതുപോലെ തന്നെ മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നമ്മൾ പൊടികളായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തൈരും കൂട്ടിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ മാരിനേറ്റ് ചെയ്ത് തലേ ദിവസം വെച്ചതാണ്. പിന്നെ ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സവാള ഫ്രൈ ചെയ്യും. ഓക്കെ, സവാള ഫ്രൈ ചെയ്യും. ഞാനാണ് സവാള അരിഞ്ഞത്. അടിപൊളിയല്ലേ കട്ടിങ് ഒക്കെ? പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുക ഒരു ഉത്സവ പ്രതീതിയിലാണ് ഉണ്ടാക്കുക കേട്ടോ. കാരണം എല്ലാവരും ഇതിനകത്ത് ഉൾപ്പെടും. ഓരോരുത്തർക്കും ഓരോരോ പണി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് കാണുമ്പോഴായിരിക്കും ഞാനൊരു പണി എടുക്കാതെ വീഡിയോ എടുക്കുകയാണല്ലോ എന്ന്. അതെ, ആ സമയങ്ങളിൽ ഞാൻ ഓരോരുത്തർക്ക് അസൈൻ ചെയ്ത പണിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഞാനാണ് ഇവിടെ ചോപ്പ് ചെയ്ത് കൊടുക്കാറ്, സവാളയും മറ്റുള്ള സാധനങ്ങളും. അച്ഛനാണ് ഇവിടെ ചിക്കൻ ക്ലീൻ ചെയ്ത് തരാറ്. പിന്നെ അമ്മ അരി കാര്യങ്ങളും വെക്കും. ലക്ഷ്മിയാണ് മൊത്തത്തിലുള്ള മേൽനോട്ടം. പിന്നെ ഒരു എന്താ പറയുക, ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ തന്നെ സിഗ്നേച്ചറാണ്. കാരണം ഞാനാണിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതും, അതുപോലെ തന്നെ ഇതിനകത്ത് വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതും, പിന്നെ ചോപ്പ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നൊക്കെ ഇവരെ കാണിച്ചു കൊടുക്കുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു മേൽനോട്ടത്തിലാണ് എല്ലാ സംഭവം സൂപ്പറായിട്ട് വരാറ് അല്ലേ. ആ ചിക്കൻ ഇടുന്നതിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. സാധാരണ രീതിക്ക് എനിക്ക് ചിക്കൻ വറുത്തിട്ട് എടുക്കുന്നത് ഇഷ്ടമല്ല. കാരണം എനിക്കിഷ്ടം നമ്മുടെ പ്രോപ്പർ മലബാറി ദം ബിരിയാണിയാണ്. ദം ബിരിയാണിയാണിത്. ഞാൻ ദം ചെയ്യും, പക്ഷെ എന്നാൽ പോലും ഫ്രൈ ചെയ്യും. കാരണം ഏട്ടന് ചില സമയത്തൊരു വാക്കുള. എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ ഇറച്ചി ഇങ്ങനെ വറുത്ത് കഴിഞ്ഞില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് വറക്കണം. പിന്നെ ഞാൻ ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ് പുതിനയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും കൂടി തൈരും കൂട്ടി അരയ്ക്കും. അപ്പം ഇത് ഒക്കെ ഞാൻ ആ ചിക്കനിലേക്ക് മിക്സ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു ഫൈനായിട്ട് വെള്ളം ഉണ്ടായെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഇതുപോലെ നമ്മളിപ്പം ആ മസാലയിലേക്ക് ഓൾറെഡി തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ച മിശ്രിതം ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഫ്രൈഡ് അനിയനും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. ഇതിനകത്ത് ഏറ്റവും രുചികരമായിട്ടുള്ള അല്ലെങ്കിൽ ടേസ്റ്റ് കൂടാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ആ തക്കാളിയൊക്കെ അരിഞ്ഞതിൻ്റെ പ്രത്യേകതയാണ്. ഞാനാണല്ലോ അരിഞ്ഞത്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല. അതെന്തായത് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഒരുപാട് മടി പിടിച്ച മനുഷ്യനാണിത്. അപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ തൈര് എനിക്ക് അത്യാവശ്യം കൂടുതൽ ആവശ്യമാണ് ഇതിനകത്ത്. ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് വീണ്ടും ഞാനൊന്ന് അടുപ്പത്തിട്ടൊന്ന് വേവിക്കുകയല്ല, സത്യത്തിൽ ഒന്ന് ചൂടാക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ. കാരണം ഓൾറെഡി നമ്മുടെ ചിക്കൻ കുക്ക്ഡ് ആണ്, ഫ്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര കരികരാന്നുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലല്ല കേട്ടോ വർക്ക്. ഒരു എന്താ പറയുക, സെമി ഷാലോ ഫ്രൈ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ആണ് എടുക്കുക. പിന്നെ ഇപ്പോൾ അരിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിനകത്തേക്ക് നമ്മൾ കുരുമുളക്, കറുവപ്പട്ട, അതുപോലെ തന്നെ കാടമം, ഇതെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അരി ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഇപ്പം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടൊരു കുഴപ്പമില്ല. പക്ഷെ ചില ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് അരി ഇട്ടിട്ട് അതിനകത്തേക്കാണ് ഈ പറയുന്ന സ്പൈസസ് ഒക്കെ ഇടുന്നത്. അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ സാധാരണ രീതിക്ക് അനിയനും കൂടി ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്. കാരണം ഇങ്ങനത്തെ ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന പാത്രം കണ്ടോ, അത് വലിയ അടിത്തട്ടില്ലാത്ത പാത്രമാണ്, പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഈ പറയുന്ന സ്പൈസസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിങ്ങനെ പുകയും. അപ്പോൾ അതിന് ഞാൻ എല്ലായ്പ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ സവാള കുറച്ച് വഴറ്റും അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അത് അടി പിടിക്കാണ്ടൊക്കെ ആവും. അതിനിടയ്ക്ക് ഞാൻ കിസ്മിസും കശുവണ്ടിയൊക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ ഒരു കലത്തിലെടുത്തിട്ട് ലെയർ ആയിട്ട് നമ്മൾ ഇടും. പിന്നെ നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചത് എന്തിനായിരുന്നു? അത് ചോറ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വിടർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഞാൻ എപ്പോഴും ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു വാഴയില വാട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് വാഴയില
വാട്ടിയതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിക്കും കേട്ടോ. നെയ്യ് ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ചിക്കൻ ഇടുക. ചിക്കൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരി ഇടും. ലെയറായിട്ട് ഇടും. അതിങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പം നമ്മളിപ്പം ചിക്കൻ ഫ്രൈ ചെയ്യണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, ആ ചിക്കൻ ഫ്രൈ ചെയ്യണ്ട. അപ്പം മാരിനേഷൻ തലേ ദിവസത്തേക്ക് വെക്കേണ്ട കാര്യവും വരുന്നില്ല. അപ്പം നമ്മൾ കുറച്ച് അധികം നേരം കുക്ക് ചെയ്യണം, കാരണം ചിക്കൻ കുക്ക് ആവണമല്ലോ. അത് മാത്രമേ വ്യത്യാസം വരുള്ളൂ, അതിന് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ കലം മുഴുവനും ഇങ്ങനെ ലെയർ ചെയ്ത് ഇട്ടതിന് ശേഷം അതൊന്ന് ക്ലോസ് ചെയ്യും. ഞങ്ങൾ സാധാരണ ഇവിടെ സെല്ലോ ടൈപ്പ് അല്ലെങ്കിൽ മാസ്കിൻ ടൈപ്പ് വെച്ചിട്ടാണ് അത് ക്ലോസ് ചെയ്യാറ്. നന്നായിട്ട് അടഞ്ഞിട്ടില്ലെങ്കിൽ നല്ല കനമുള്ള എന്തെങ്കിലും എടുത്ത് കയറ്റി വെക്കണം കേട്ടോ, അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പം നമ്മളത് വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മൾ സിമ്മിലിടുക. നമ്മൾ സ്റ്റവ് സിം ഫ്ലെയിമിലിട്ട് 15 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കുക. പിന്നെ അമ്മയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റവ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അമ്മക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈയൊക്കെ അൽഫാമാക്കി വെക്കും. ഇതിനിടയ്ക്ക് എന്തൊക്കെയോ ജോക്ക് പറയേണ്ടത്, ഇതൊക്കെ ഞങ്ങൾ വോയിസ് ഓവറിലായതുകൊണ്ട് അതൊന്നും കാണുന്നില്ല, കേൾക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇനി അത് തുറക്കുന്ന പ്രോസസ്സാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടി. നല്ലൊരു സ്മെല്ല് വരും. അതെ, നല്ല സ്മെല്ല് വരും. അപ്പോൾ തന്നെ വിശപ്പൊക്കെ അങ്ങോട്ട് ഇരട്ടി ആയി മാറും. പിന്നെ ഞാനാണ് ഒഫീഷ്യൽ ടേസ്റ്റർ ഇവിടെ. പിന്നെ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ചും പറയാനാണെങ്കിൽ ഇപ്പം ഈ കഴിഞ്ഞ ഈസ്റ്ററിന് നമ്മൾ ഉണ്ടാക്കി, പക്ഷെ അത് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. അതിനകത്ത് ഈ പറഞ്ഞ ദം ചെയ്തത് പ്രോപ്പറായിട്ടായിരുന്നു. ഇനി കഴിക്കും, ടേസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഏട്ടനാണ് വിളമ്പണേ. അത് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒന്ന് കഴിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് എന്താണ് പ്രശ്നം ഉണ്ടെങ്കിലുണ്ട് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ അങ്ങനെ എല്ലാവരും കൂടി തന്നെ കഴിക്കാറ്. പക്ഷെ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ ബിരിയാണി? അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇത് വളരെ സിമ്പിളാണ്, യെറ്റ് നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ് ഫ്രൈ ചെയ്തില്ലെങ്കിൽ. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു ബിരിയാണി വ്ലോഗ് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.